മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു സാഗറിനെ മറഞ്ഞു നിന്ന് വിളിക്കുന്നത് മേഘൻ ശ്രദ്ധിക്കുന്നു. കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുന്ന മഞ്ജു മേഘനെ കണ്ട് ആകെ പേടിക്കുന്നു. ഒന്നും അറിയാത്ത രൂപത്തിൽ അങ്ങ് പോകുന്ന മഞ്ജുവിൻ്റെ കൈ പിടിച്ച് തടഞ്ഞു നിർത്തി ആ ഫോൺ മേടിച്ച് ചെക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മഞ്ജു അത് തടയുന്നെങ്കിലും കേൾക്കുന്നില്ല. അപ്പം ഫോൺ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതുപോലെ സരോജിനിയുടെ കോളാണ്. കാരണം സാഗറിനെ സരോജിനി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സേവ് ചെയ്തിട്ടേക്കുന്നത്. ഓ, സരോജിനിയാണോ വിളിച്ചത്? അവളാണോ നിൻ്റെ ബെസ്റ്റി? എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, കാരണം മാർക്കോയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് മേഘൻ അങ്ങനെയൊക്കെ മഞ്ജുവിനോട് പറയുന്നത്. അങ്ങനെ വിളിച്ചു നോക്കുന്നു. മാക്സിമം മഞ്ജു തടയുന്നെങ്കിലും കേൾക്കാതെ വിളിക്കുമ്പോൾ സാഗറാണെങ്കിൽ കോള് കട്ട് ചെയ്ത് തൊട്ട് പിന്നാലെ മഞ്ജു വിളിക്കുന്നുണ്ടപ്പോഴത്തേക്കും സന്തോഷത്തോടെ കോളങ്ങ് എടുത്ത് ഹലോ എന്ന് പറയുമ്പോഴേ മേഘൻ പറയുന്നു, നീ ആരാടാന്ന്. അത് കേട്ട് പെട്ടെന്ന് പേടിച്ച് സാഗർ കോള് കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ സരോജിനി അല്ല, അത് മാർക്കോയല്ലേ എന്നും ചോദിച്ച് മഞ്ജുവിനെ വരട്ടുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ആൺസുഹൃത്തും പെൺസുഹൃത്തും എല്ലാവരും ഉണ്ട്, അവരെയൊക്കെ വിളിക്കുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ മേഘം പറയുന്നു, അതിനോടൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അവനെ, ആ മാർക്കോ എന്ന് പറയുന്ന അവനോടൊപ്പം ചുറ്റിക്കറങ്ങുന്നതും മിണ്ടുന്നതും എനിക്കിഷ്ടമല്ലെന്ന് പറയുമ്പോൾ മഞ്ജു തർക്കുത്തരം പറയുന്നത് കേട്ടും മേഘൻ കലിയോടെ മഞ്ജുവിൻ്റെ ഫോൺ താഴേക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്നു. മാത്രമല്ല പൊതിരെ തല്ലുകയും ചെയ്യുന്നു. ആ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് സീമന്തിനിയമ്മയും സ്വാതിയും മേലേക്ക് കയറി വരുന്നു. അപ്പോൾ മേഘൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അവൾക്ക് എന്നോട് യാതൊരു സ്നേഹവുമില്ല, അവൾക്ക് ആ മാർക്കോ എന്ന് പറയുന്നതിനെ ഇഷ്ടം. അവനോടിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്തപ്പം എന്നോട് തർക്കുത്തരം പറയുന്നു, ദേഷ്യത്തിനാണ് ഞാൻ 2 അടി കൊടുത്തത് എന്ന് പറയുമ്പോൾ മഞ്ജു കലിയോടെ നിൽക്കുന്നുണ്ട്. പെൺകുട്ടികളായാലേ അല്പം അടക്കവും ഒതുക്കമൊക്കെ വേണം. കെട്ടിയ ഭർത്താവിനെ നിലയും വിലയും കൊടുക്കാത്തവൾ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനാ? നീ കണ്ണി കണ്ട പയ്യന്മാരുടെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴേ നിന്റെ കഴുത്തിൽ ഇവൻ കെട്ടിയ താലിയുണ്ടെന്ന് മറക്കരുതെന്ന് സീമന്തിനിയമ്മായി വളരെ ദേഷ്യത്തോടെ പറയുന്നു. എനിക്ക് ഇയാൾ കെട്ടിയ താലി വേണ്ട, ഈ താലിയുള്ളതിൻ്റെ പേരിനാണോ ഇയാൾ എന്നെ ഭരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ആ താലി വലിച്ചെറിഞ്ഞ് മേഘൻ്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടെ സീമന്തിനിയും മേഘനും സ്വാതിയൊക്കെ അങ്ങ് ഞെട്ടുന്നു. എന്നിട്ടാണെങ്കിൽ മഞ്ജു ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോന്നു. അപ്പോൾ സീമന്തിനിയമ്മായി മേഘനോട് ചോദിക്കുന്നു, ഇവളെന്താടാ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ? നീ പറഞ്ഞത് ശരിയാ, ഇവക്ക് മറ്റാരോടോ സ്നേഹമുണ്ട്. അത് കേട്ടിട്ട് സ്വാതി പറയുന്നുണ്ട്, കുറേ നാളുകൊണ്ടേ ഞാൻ പറയുന്നില്ലേ ഇവരുടെ പോക്കും വരക്കും ഒന്നും ശരിയല്ലെന്ന്. ഇനി എന്ത് ചെയ്യാനാ? എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനെയും ചേർന്ന് നിന്നെങ്കിലേ അവൾക്ക് വല്ലതും നേട്ടം ഉണ്ടാകൂ എന്ന് അവൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും അവരുടെ വിശ്വസ്തനെ തന്നെ പ്രേമിച്ച് വളച്ച് കല്യാണം കഴിച്ച് എന്നെ ചതിക്കാൻ നോക്കുന്നത്. എന്തായാലും എന്നെ ചതിച്ച് അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ലെന്നൊക്കെ കലിയോടെ പറഞ്ഞിരിക്കുന്നു. അതേസമയം കമലേശ്വരം തറവാട്ടിൽ ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ കാര്യം അറിയുന്നു. മഞ്ജു ഇതുപോലെ മേഘം കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ച് കളഞ്ഞു, അത് മാർക്കോയുമായിട്ടുള്ള സ്നേഹബന്ധത്തിനെ തുടർന്നാണ് എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഉണ്ണി ദുർഗാമ്മയോട് പറയുന്നുണ്ട്, ഇത് മിക്കവാറും അവരും അയാളും കൂടി അറിഞ്ഞുള്ള കെണിയാകും. മേഘേട്ടനെ മഞ്ജു വിവാഹം കഴിച്ചത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ട കാര്യമല്ലല്ലോ. എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറ്റി അവരുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഗുണ്ടയുണ്ടല്ലോ, ആ ഗുണ്ടയും കൊണ്ട് കെട്ടിക്കാനായിരിക്കും അവരുടെ പ്ലാൻ. അത് കേട്ട് കരുണ പറയുന്നു, ആ ഗുണ്ടയെ മഞ്ജു ഭർത്താവായി സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ നമുക്കൊന്നും പിന്നെ സമാധാനത്തോടെ ജീവിക്കേണ്ടി വരത്തില്ലല്ലോ. അതെല്ലാം മുൻകൂട്ടി കണ്ട് മനഃപൂർവ്വം ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളായിരിക്കും മഞ്ജുവിൻ്റെ മനസ്സ് മാറ്റിയെടുത്തത്. എന്തായാലും ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. കണ്ണനോട് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയും ഉണ്ണിയും ദുർഗാമ്മയും എല്ലാവരും കൂടി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും റൂമിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. മഞ്ജു മേഘനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് താലി വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. നിൻ്റെ അറിവോട് കൂടിയാണോ? നിൻ്റെ കൂടെ നടക്കുന്ന ഒരു ഗുണ്ടയുണ്ടല്ലോ, അവനെ എൻ്റെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നീ നിൻ്റെ ഭാര്യയും കൂടി ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നതെന്നൊക്കെ ദുർഗാമ്മ ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ആ മേഘൻ എന്ന് പറയുന്നവൻ്റെ കൂടെ മഞ്ജുവിനെന്നല്ല ഒരു പെൺകുട്ടികൾക്കും ജീവിക്കാൻ പറ്റില്ല. അതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് ഉണ്ണിയും ദുർഗാമ്മയും കരുണയും. എന്നിട്ട് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ സന്തോഷമായോ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തപ്പോൾ? നിങ്ങളെന്താ മഹിയോട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മേഘൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹത്തിന് മുമ്പ് ഞാനും മഹാലക്ഷ്മി ആവുന്ന അവളോട് പറഞ്ഞ്, മേഘനെ പോലൊരു ചതിയൻ്റെ കൂടൊപ്പം നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവൻ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ലെന്ന്. അന്ന് എന്നോടുള്ള വാശിക്ക് ഇവിടെ ചിലരെല്ലാവരും കൂടി ചട്ടം കെട്ടി നിന്നല്ലേ മഞ്ജുവിനെ അങ്ങനെ ഒരു കൊടും ചതിയനെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. വിവാഹത്തിന് ശേഷം അവൻ്റെ തനി സ്വഭാവം അവൾ മനസ്സിലാക്കി കാണും. അതാ അവൾക്കിപ്പോൾ അവനെ വേണ്ടാത്തത്. അല്ലാതെ ഞാനും മഹാലക്ഷ്മി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മോള് വരുമ്പം അവളോട് ചോദിക്ക്,
പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, മേഘനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു എന്ന് ഈ വീട്ടിലേക്ക് കയറി വന്നാലും ഞങ്ങൾ രണ്ടാളും ഇരു കൈ നീട്ടി അവളെ സ്വീകരിക്കും. കാരണം അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താന്ന് മറ്റാരേക്കായി ഞങ്ങൾക്കറിയാം. മേഘനെ ഞങ്ങൾക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത്. നിങ്ങൾ അങ്ങനെ പറയോ? മേഘേട്ടൻ്റെയും മഞ്ജുവിൻ്റെയും കുടുംബജീവിതം എങ്ങനെയെങ്കിലും തകരുന്നത് കാണാനല്ലേ നിങ്ങൾക്കിഷ്ടം എന്ന് ഉണ്ണി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതെൻ്റെ സ്വഭാവമല്ല, നിൻ്റെ സ്വഭാവം നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.